إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധം നിലനിർത്തിക്കൊണ്ട് അമലുകളെ ഒന്നുകൂടി ചിട്ടപ്പെടുത്തണേ, അതിനുവേണ്ടി ശ്രമിക്കണേ എന്ന് ആദ്യമായി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് ആവശ്യമായ ആരോഗ്യം നിലനിർത്തി തരുമാറാവട്ടെ. അതിനുവേണ്ടിയുള്ള ഈമാനും അവൻ നമുക്ക് പരിപൂർണമാക്കി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ശവ്വാൽ 4-ാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. റമദാൻ കഴിഞ്ഞ് അതിനുശേഷമുള്ള 4-ാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ എന്നർത്ഥം. റമദാനിൻ്റെ അശരീരി നമ്മിൽ നിന്നും വിട്ടുപോയിട്ടൊന്നുമില്ല. കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകൾ നമ്മളെ ഖുതുബകൾ റമദാനിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രതിധ്വനി നിലനിർത്തുക എന്നതായിരുന്നു ചർച്ച. അതിൽ ശവ്വാൽ ആദ്യത്തെ വെള്ളിയാഴ്ച സൂചിപ്പിച്ചത് റമദാനിൻ്റെ ശേഷം എന്ന വിഷയവും 2-ാമത്തെ വെള്ളിയാഴ്ച സൂചിപ്പിച്ചത് അമലുകൾ പതിവാക്കുക എന്ന വിഷയവുമായിരുന്നു. അതിൻ്റെ തുടർച്ചയായി എന്നും 6 മാസം വരെ പ്രാർത്ഥന നിലനിർത്തിയിരുന്നു എന്നതിൻ്റെ ഭാഗമായി സുന്നത്തുകൾ നിലനിർത്തുക എന്നുള്ളതാണ് ഇന്ന് നാം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഖിയാമത്ത് നാളിൽ ആദ്യമായി അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുക അമലുകളിൽ ഫർദ് നിസ്കാരമാണ്. അവ്വലു മാ യുഹാസബു യൗമൽ ഖിയാമത്തിൽ അബ്ദി അസ്സലാത്തുൽ മക്തൂബ എന്നാണ്. ഫർദ് നിസ്കാരം വീഴ്ച വരുത്തുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് കാഫിറും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസമാണ് നിസ്കാരം എന്നുള്ളതാണ്. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. പച്ച കാഫിറാണ്, ആ രൂപത്തിലാണ് റസൂലുള്ളാഹി ഉപമിച്ചത് എന്നാണ്. അതുകൊണ്ട് ഫർദിൽ ഇതുവരെ വന്ന വീഴ്ചകൾ വന്നു, ഇനിയെങ്കിലും ഫർദിൽ വീഴ്ച വരുത്താതിരിക്കുവാനുള്ള ശ്രദ്ധയുണ്ടാവണം. നമ്മളെല്ലാം ഒക്കെ ആയിരിക്കും, പക്ഷെ നമ്മുടെ മക്കൾ പലപ്പോഴും കാഫറുകളായിരിക്കും. ഫതുൽ മുഈൻ ഒരു ഫിഖ് കിതാബ് ഗ്രന്ഥമാണ്, ശാഫിഈ മദ്ഹബിലെ. ഫതുൽ മുഈനിൽ പറഞ്ഞത് പട്ടി ഭക്ഷിച്ച പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന പാത്രം പോലെയാണ് നിസ്കരിക്കാത്തവൻ ഭക്ഷണം കഴിക്കുന്ന പാത്രം എന്നാണ്. അത്രമാത്രം മോശമായിട്ടാണ് പണ്ഡിതന്മാർ നിസ്കരിക്കാത്തവരെ കുറിച്ച് പറഞ്ഞത്. നമ്മുടെ മക്കൾ +2 പഠിക്കുകയാണ്, എഞ്ചിനീയറിങ്ങിനാണ്, ഹൈസ്കൂളിലാണ്, പ്രായപൂർത്തിയായവരാണ്.
പക്ഷെ അവരുടെ നിസ്കാരം എങ്ങനെയാണ് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ കൂടെ നല്ല മഫ്തയിട്ട് തട്ടമിട്ട് നല്ല വസ്ത്രം ധരിച്ച് പേന്റിട്ട് നമ്മുടെ കൂടെ കളിക്കാൻ, ചിരിക്കാൻ, നടക്കാൻ, ഓടാൻ, ചാടാൻ എല്ലാത്തിനും അവരുണ്ട്. പക്ഷേ സുബഹിയുടെ ഇശാഇന്റെ ഈ രണ്ട് നിസ്കാരമാണല്ലോ പൊതുവെ നഷ്ടപ്പെടുക. അതിൻ്റെ കൂടെ അവർ ഉണ്ടായിട്ടില്ലെങ്കിൽ അവരാരായി? അവർ കാഫിറായി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ കാഫിറും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ് എന്ന് പറഞ്ഞു. ആ നിസ്കാരം നിർവഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. 180 ലിറ്റർ രക്തത്തെ ശുദ്ധീകരിക്കാൻ ദിനേന അത് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് കിഡ്നി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും അത് അറിയുന്നൊന്നുമില്ല. ആ പ്രവർത്തനം, ആ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വയറൊന്ന് കട്ട് ചെയ്താൽ ആ പ്രവർത്തനം അവിടെ നിലച്ചു. അപ്പോഴാണ് കിഡ്നി മാറ്റിവെക്കണം എന്നുള്ള പരസ്യം നാം കാണാറുള്ളത്. നിങ്ങളുടെ കിഡ്നി മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നാൽ ആ ഒരു തുക എടുക്കാൻ നമുക്ക് കഴിയോ? ഈ പള്ളിയിൽ ആർക്കാണ് അവനവന്റെ കിഡ്നി മാറ്റാനുള്ള തുക എൻ്റെ കയ്യിലുണ്ട് എന്ന് വാശിയോടെ പറയാൻ ധൈര്യമുള്ളവർ ആർക്കാ പറ്റോ? ഇല്ല. നമ്മുടെ ആ കിഡ്നി അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ആ കിഡ്നി തകരാറിലായാൽ അതിന്റെ ചുമതല ആർക്കാണ്? അപ്പോ ഓർക്കേണ്ടത്, ഈ രൂപത്തിൽ സംവിധാനങ്ങൾ സൃഷ്ടിച്ച, അനുഗ്രഹിച്ച അള്ളയുണ്ടല്ലോ, ആ അള്ളാനെ എപ്പോഴും ഓർക്കുക. അതാണ് നമ്മുടെ ഈ ഇബാദത്തുകൾ. ഈ ഇബാദത്തുകളിൽ അലംഭാവം വരാറുണ്ട്, സ്വാഭാവികമാണ്. നമ്മുടെ ഫർദ് നിസ്കാരം കൃത്യമാണ്, 100%, ക്ലിയറാണ്, ക്ലിയർ കട്ടാണ് എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഇല്ല. അള്ളാഹ് കൃത്യമായി നമ്മൾ സൂചിയിൽ സൂചിയിലെ കുറുക്കുമല്ലോ, ആ സൂചിയുടെ മുനയിലേക്ക് എങ്ങനെയാണോ നാം കോർക്കുക, അതുപോലെ നമ്മുടെ ഫർദ് നിസ്കാരത്തെ അള്ളാഹു ഇങ്ങനെ കീറി മുറിക്കാൻ തയ്യാറായാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ചീര വറുക്കാറുണ്ട് അല്ലേ? ചീര എങ്ങനെയാ വറുക്കുന്നതിന് മുന്നേ അത് വാങ്ങി അല്ലെങ്കിൽ പറിച്ചെടുത്ത് അത് കഴുകുമ്പോ നമ്മുടെ കുടുംബിനികൾ നോക്കുന്ന സൂക്ഷ്മമായ ഒരു പരിശോധനയുണ്ട്. അതിന്റെ ഇടയിൽ പുഴുക്കളുണ്ടോ എന്നൊരു നോട്ടം. ഇതുപോലെ നമ്മുടെ ഫർദിനെ അള്ളാഹ് കീറി മുറിച്ച് ഇങ്ങനെ നോക്കിയാലോ അപാകത ഉണ്ടാവൂലേ? ഉറപ്പാണ് ഉണ്ടാവും. കാരണം ഞാനും നിങ്ങളാണല്ലോ അനുസരിക്കുന്നത്, ഞാനും നിങ്ങളാണല്ലോ അമല ചെയ്യുന്നത്, നമ്മുടെ മനുഷ്യന്മാരാണല്ലോ. അപ്പൊ അപാകത ഉണ്ടാകും. ആ അപാകതകൾ പരിഹരിക്കാനാണ് സുന്നത്തുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ അപാകതകൾ എങ്ങനെ പരിഹരിക്കാം? ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറൻ ലഹു. നിങ്ങളിൽ സ്വയം സന്നദ്ധനാവുക എന്നാണ്. സ്വയം സന്നദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങൾ എന്നിലുണ്ടോ, നമ്മിലുണ്ടോ, നിങ്ങളിലുണ്ടോ എന്ന ഒരു ശ്രദ്ധയാണ് അള്ളാഹു നോക്കുന്നത്. എന്തിനാണ്? 2 കാര്യമാണ്. ഒന്ന്, റമദാനിന് ശേഷം എന്നും നമ്മുടെ ആ റമദാനിന്റെ പവിത്രത അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം നിലനിർത്തുവാൻ ഉള്ള ഒരു മാർഗമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് സുന്നത്തുകൾ നിലനിർത്തുക എന്നാണ്. അമലുകൾ പതിവാക്കുക എന്നുള്ളത് പോലെ തന്നെ ശ്രദ്ധേയമാണ് സുന്നത്തുകൾ നിലനിർത്തുക എന്നുള്ളത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. രണ്ടാമതായി, ആ സുന്നത്തുകൾ നിലനിർത്തുന്നതിലൂടെ ഫർളിന്റെ വീഴ്ചകൾ, ന്യൂനതകൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അതിൽ സുന്നത്ത് നിസ്കാരമാണ് ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത്. സുന്നത്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ 3 നേരം നിരുപാധികം നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണ്. ഒന്ന്, സൂര്യൻ ഉദിച്ചുയരുന്ന സമയം, അല്ലെ? നമ്മൾ സുബഹി കഴിഞ്ഞ ഉടനെ എന്ന് പറയാറുണ്ടല്ലോ. 2, സൂര്യൻ മധ്യാഹ്നത്തിൽ നിൽക്കുന്ന സമയമാണ്, അതായത് ളുഹറിന്റെ തൊട്ടുരുമുന്ന ആ സമയം. 3ാമതായി, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ സമയമാണ്. ഈ 3 സമയം നിരുപാധികമായി നിസ്കാരം പാടില്ലാത്ത സമയമാണ്. അപ്പോ പറഞ്ഞത് ഫർദ് നിസ്കാരം അള്ളാഹു പരലോകത്ത് വെച്ച് നടത്തുന്ന സംഭാഷണമുണ്ട്. അങ്ങനെ വിചാരണ വെളുക്കുകയാണ്, അല്ലെ? എന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ വിചാരണയിൽ അള്ളാഹ് ചോദിക്കുകയാണ്,
അങ്ങനെ വിചാരണയൊക്കെ കഴിഞ്ഞു, എന്തെങ്കിലും അപാകതയുണ്ടോ? വ ഇല്ല, ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവന്റെ സുന്നത്തിലേക്ക് നോക്കൂ എന്നാണ്. ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഇപ്പൊ മലക്കിട പോരായ്മയുണ്ട്, ഇവന്റെ ഇന്ന ഫർള് ശരിയായിട്ടില്ല. അപ്പോ അവൻ എന്തെങ്കിലും അവനായി ചെയ്ത, സ്വയം സന്നദ്ധമായി ചെയ്ത, തതവ്വു എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്നാണ് പൊതുവെ നമ്മുടെ മലയാള പരിഭാഷ കൊടുക്കാറുള്ളത്. സത്യത്തിൽ തതവ്വു എന്ന പദത്തിന്റെ അർത്ഥം സ്വയം സന്നദ്ധമായി ചെയ്യുക എന്നതാണ് അതിന്റെ ഭാഷാകരിക്കപ്പെടുക. പക്ഷെ അങ്ങനെ നമുക്ക് മലയാളത്തിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അങ്ങനെ സുന്നത്തായി ചെയ്ത വല്ല അമലും ഉണ്ടോ എന്നാണ്. സുന്നത്ത് നിസ്കാരം മാത്രമല്ല, അങ്ങനെ അവരിൽ എന്തെങ്കിലും തതവ്വുആയ, സ്വയം സന്നദ്ധമായി ചെയ്ത എന്തെങ്കിലും അമലുണ്ടെങ്കിൽ അല്ലാഹ് പറയാണ് എന്നാൽ ആ അമലിന് പകരം മറ്റൊരു അമൽ എടുത്ത് ഫിറ്റ് ചെയ്തതാണ്. അപ്പൊ ഫർളിന്റെ പോരായ്മകൾ അള്ളാഹു പരലോകത്ത് ഫർദ് നിസ്കാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പോരായ്മകൾ പരിഹരിക്കാനാണ് എന്ത് സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്തായ അമലുകളും എന്നർത്ഥം. അപ്പോ എന്താണ് അതുകൊണ്ടുള്ള മഹത്വം? ഒന്ന്, ന്യൂനതകൾ പോരായ്മയാണ്, പോരായ്മകൾ പരിഹരിക്കലാണ്. രണ്ടാമതായി സൗബാൻ റളിയല്ലാഹു അൻഹു, സൗബാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത സഹാബിയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ രണ്ട് സംഭവമാണ് പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത്. രണ്ട് നമുക്ക് വല്ലാത്ത മാതൃകയുള്ള സംഭവമാണ്. റസൂലുള്ളാഹിയുമായി വളരെ അറ്റാച്ച്മെന്റ് ആയ ഒരു ജീവിതം നയിച്ച സ്വഹാബിയാണ് സൗബാൻ. അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ മൂലയിൽ ഇരുന്ന് കരയുന്ന രംഗം പലപ്പോഴും നാം ഉദ്ധരിക്കാറുണ്ട്. ഒരിക്കൽ പള്ളിയുടെ മൂലയിൽ കരയുകയായിരുന്നു. അപ്പൊ ചോദിച്ചു, എന്താ മാലി അറാക്ക സൗബാൻ, സൗബാനെ എന്താണ് നിങ്ങളുടെ വിഷമം, നിങ്ങൾ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സൗബാൻ പറഞ്ഞത്, ഞാൻ മരിക്കുമല്ലോ, റസൂലുള്ളാഹി മരിക്കുമല്ലോ. അപ്പൊ മരണശേഷം ഞാനിപ്പോ കാണാൻ തോന്നുമ്പോഴേക്ക് ഇവിടെ പള്ളിയിൽ വന്നിരിക്കും, അപ്പോഴേക്ക് റസൂലുള്ളാഹിയെ കാണാം, റസൂലുള്ളാഹിയോട് ചിരിക്കാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എനിക്കിതുപോലെ കാണാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൗബാൻ എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? പറഞ്ഞു, റസൂലുള്ളാഹി സ്വർഗത്തിലായിരിക്കും, ഞാനും സ്വർഗത്തിലാണെങ്കിൽ തന്നെ റസൂലുള്ളാഹി ഏറ്റവും ഉയർന്ന തട്ടിലായിരിക്കുമല്ലോ, അപ്പോഴും എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അവിടെയാണ് സൂറത്തുൽ നിസായിലെ 69-ാമത്തെ ആയത്ത് പാരായണം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസ്ന ഉലൈക റഫീഖ. ആരാണ് അമ്പിയാക്കന്മാരെ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ, അവർ ആരുടെ കൂടെയാണ്? അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ. മിനൻ നബിയ്യീൻ, അവർ നബിമാരുടെ കൂടെയായിരിക്കും. വസ്സിദ്ദീഖീന, സിദ്ദീഖുകളുടെ കൂടെയായിരിക്കും. വശുഹദാ, ശുഹദാക്കന്മാരുടെ കൂടെയായിരിക്കും. വസ്സാലിഹീന, സാലിഹുകളുടെ കൂടെയായിരിക്കും. അപ്പൊ ഇവരൊക്കെ ഒന്നിച്ചാണ് അവിടെ ഉണ്ടാവുക. വഹസ്ന ഉലൈക റഫീഖ വഹസ്ന, എത്ര നല്ലവരാണ് അവർ. ഉലൈക റഫീഖ, ഈ ഒരു സുഹൃത്ത് ബന്ധം എന്നുള്ളത്, ഈ ഒരു കൂട്ടുകെട്ട് എന്നുള്ളത് എത്ര നല്ല കൂട്ടുകെട്ടാണ് എന്ന് ഖുർആന്റെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെടുകയും അവിടെ കേൾപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ മറ്റൊരു സംഭവമാണ്, സൗബാൻ റളിയല്ലാഹു മറ്റൊരിക്കൽ ചോദിക്കുകയാണ്, നബിയെ, ഞാൻ മരിച്ചാൽ എനിക്ക് റസൂലുള്ളാഹിയുടെ സാമീപ്യം കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യദ്ഖുലുഹൽ ജന്ന വമുഹിബ്ബ, എനിക്ക് സ്വർഗം കിട്ടിയും വേണം, നിങ്ങളുടെ സാമീപ്യവും കിട്ടണം. എന്താണ് മാർഗം? അപ്പൊ പറഞ്ഞു, അലൈക ബികസ്റതി സുജൂദ്, നീ സുജൂദ് അധികരിപ്പിച്ചോ എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു. സുജൂദ് അധികരിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ കേവലം സുജൂദുകൾ മാത്രം ചെയ്യുക എന്നുള്ളതല്ല. വെറും സുജൂദ് എന്നുള്ളത് ശുക്രിന് സുജൂദ് പഠിപ്പിച്ചിട്ടുണ്ട്, തിലാവത്തിന് സുജൂദ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലല്ലാതെ വെറുതെ സുജൂദ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, നിസ്കാരമാണ് അതിന്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. നിസ്കാരത്തിൽ സുജൂദ് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. സുജൂദ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പ്രാർത്ഥനകൾ സുജൂദുകളിൽ പലപ്പോഴും നാം സൂചിപ്പിച്ചതാണ്. നമുക്കറിയാം, സുബ്ബൂഹ്, ഖുദ്ദൂസ് ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. രാത്രി നിസ്കാരത്തിലും മറ്റു സുജൂദിലും ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഒന്ന് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ, പ്രയാസമൊന്നുമില്ല. ഒന്ന് സുബ്ഹാന റബ്ബിൽ അഅല എന്നുള്ള പ്രാർത്ഥന നമുക്കറിയാം.
പിന്നെ അറിയുന്നതാ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. നമ്മുടെ മദ്രസ കിതാബുകളിൽ 3-ാം ക്ലാസ് മുതൽ തുടങ്ങുന്ന പ്രാർത്ഥനയാണത്. അല്ലാതെ അറിയാത്തവരാണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല. ഇല്ലെങ്കിൽ അത് നിർബന്ധമായി പഠിക്കണം. ഇദാ ജാഅ നസ്റുല്ലാഹി എന്നുള്ള സൂറത്തുൽ നസ്ർ ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും പതിവാക്കിയ പ്രാർത്ഥനയാണ്. പതിവാക്കിയെന്നാണ്, എപ്പോഴെങ്കിലും അല്ല, പതിവാക്കിയ പ്രാർത്ഥനയാണ് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന പ്രാർത്ഥന. അതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മദ്രസയിലെ 3-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാൽ, 4 ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാൽ, 5 എടുത്തു നോക്കിയാൽ അതിലൊക്കെ കർമ്മപാഠത്തിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അതേപോലെ മറ്റൊരു പ്രാർത്ഥനയാണ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഇത് എളുപ്പമുള്ള ഒരുപാട് പ്രാർത്ഥനയുണ്ട്. ഇത് എളുപ്പമുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ഇന്ന് സൂചിപ്പിക്കാൻ കാരണം. ഈ ഒരു പ്രാർത്ഥന വളരെ അധികരിപ്പിച്ചിരുന്നു എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ. അപ്പൊ സൗബാൻ താൻ ചോദിക്കാൻ അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യദ്ഖുലുഹൽ ജന്ന. സ്വർഗത്തിലെത്തുവാൻ പറ്റുന്ന ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ പറഞ്ഞു ഈ കസറത്തിൽ സുജൂദ്, നിങ്ങൾ സുജൂദിനെ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞു. 3-ാമതായി നബി സല്ലല്ലാഹു പഠിപ്പിച്ചത് ദറജ അധികരിപ്പിക്കുന്നതാണ്. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി ബിസജദ ഇല്ലാ റഫഅഹു അല്ലാഹു ദറജതൻ വഖതഅ ബിഹാ ഖതിഅ. 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ദറജ വർദ്ധിപ്പിക്കുമെന്നാണ്. എന്താ ദറജ എന്ന് പറഞ്ഞാൽ മലക്കുകളെക്കാൾ ഉയർത്തപ്പെടുമെന്നാണ്. അള്ളാഹു ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ അറിയുന്ന ആയത്താണ്. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുവാൻ തയ്യാറായാൽ അവൻ ഓരോന്നും അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ പോകുന്നതാണ്. നമ്മളിപ്പോ ചിലരൊക്കെ പറയുന്നുണ്ടാവും, ഞാൻ ഇതുവരെ ഒന്നും മുട്ടിയിട്ടില്ല അല്ലെ എന്ന് പറഞ്ഞാൽ കുടുങ്ങിയിട്ടില്ല എന്ന് പറയാറുണ്ടാവും അല്ലെ. ഞാൻ ഇതുവരെ കുടുങ്ങിയില്ല, അല്ല എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കാറുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും ആ കുടുക്ക് രക്ഷപ്പെടാറുണ്ട് എന്ന് നമ്മുടെ കൂട്ടുകാർ പലരും പറയും. നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ്? എങ്ങനെയോ വന്നു, എങ്ങനെയോ ആയില്ലേ, അൽഹംദുലില്ലാഹ് ഇങ്ങനെയൊക്കെ എത്തിയല്ലോ, അൽഹംദുലില്ലാഹ് ഇവിടം വരെ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ടാകും. ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ വഖതഅ ബിഹാ ഖതിഅ. മാത്രമല്ല അള്ളാഹു അവന്റെ തെറ്റുകളെ കെടുത്തിക്കളയുകയും ചെയ്യുമെന്നാണ്. ഖതഅ എന്ന കെടുത്തിക്കളയുക, വിളക്കിന് കെടുന്നതിനാണ് ഖതഅ എന്ന് പറയാം. വിളക്ക് കെടുത്തുന്നത് പോലെ തെറ്റുകൾ അള്ളാഹു കെടുത്തിക്കളയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അവന് കിട്ടൂല. തൊട്ടടുത്തുള്ളവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹറാമ് കാണാൻ, ഹറാമ് നോക്കാൻ, ഹറാമ് സംസാരിക്കാൻ, തിന്മ ചെയ്യാൻ, തിന്മ പ്രവർത്തിക്കാനുള്ള മനസ്സ്, മൈൻഡ് ഉണ്ടാവില്ല. നമ്മൾ മൈൻഡ് കട്ടായി പോന്നൊക്കെ പറയില്ലേ, അതുപോലെ മൈൻഡ് ഉണ്ടാവില്ല എന്നാണ്. പിന്നെ അടുത്തതായി റസൂലുള്ളാഹിന്റെ സഹവാസ് ഉണ്ടാകുന്നതാണ്. പിന്നെ 4-ാമതായി അള്ളാഹുവിന്റെ സാമീപ്യം ഉണ്ടാവും. അതായത് വലിയുള്ള ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിങ്ങളുടെ വലിയാര അള്ളയാണ്. സൂറത്തുൽ മാഇദയിലെ ആയത്താണ് അല്ലെ. അള്ള നമ്മുടെ വലിയായി മാറുന്നതാണ്. അത് നമ്മൾ അള്ളാഹിനെ വലിയാക്കി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അള്ളാഹു നമ്മുടെ വലിയാകും. ലാ യസാലുൽ അബ്ദു യതഖറബുനാണ്, അള്ളാഹ് അടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. നമ്മൾ പണ്ടേ കേട്ട് മറന്ന ഒരു ഹദീസാണ് അല്ലേ, മസാല അബ്ദി ബിന്നവാഫിലി യഖറുബു. അത് ബൈത്തായും വന്നിട്ടല്ലേ, അള്ളാഹു ഒരു അടിമയോട് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അള്ളാഹ് അടിമയുടെ കൈ ഞാനാകും, അടിമയുടെ കാല് ഞാനാകും, അടിമയുടെ കണ്ണ് ഞാനാകും എന്നൊക്കെ ഹദീസുകൾ വളരെ പ്രസ്താവ്യമാണ്. ആ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ചില തരീഖത്തുകൾ, ചില മാലക്കാർ പറഞ്ഞു യഅ്കുലു റബ്ബുൻ റബ്ബ, ഒരു തരീഖത്തുകാരൻ റൊട്ടി തിന്നുകയാണ്. ഈ ഹദീസ് ഉദ്ധരിച്ച ആ തരീഖത്തുകാരൻ അത് എഴുതി പഠിപ്പിച്ചതാണ്. ഇന്നും വഹ്ദത്തുമാല എന്ന പേരിൽ മാലകൾ പ്രസിദ്ധമാണ്. ആ മാലയുടെ വ്യാഖ്യാനത്തിൽ എഴുതി പിടിപ്പിച്ചെന്താ അറിയോ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ തരീഖത്ത് സ്വീകരിച്ചുകൊണ്ട് റൊട്ടി തിന്നാണെങ്കിൽ റൊട്ടി ആരായി? റബ്ബായി. ഞാനാരായി? ഞാനും റബ്ബായി. കാരണം അള്ളാന്റെ കൈ ഞാനാണ്, എന്റെ കൈ അള്ളയാണ്, എന്റെ കാല് ഞാൻ, അപ്പൊ ഞാനും അള്ള ഒന്നാണ്. അപ്പൊ യഖുലു റബ്ബുൻ റബ്ബ, റൊട്ടി തിന്നവൻ എന്താണ്? ഞാൻ റൊട്ടി തിന്നാണ്. അപ്പൊ റബ്ബ് റബ്ബിനെ തിന്നുന്നു, റൊട്ടി റബ്ബാണ്, ഞാനും റബ്ബാണ്. അപ്പൊ യഖുലു റബ്ബുൻ റബ്ബ, റബ്ബ് റബ്ബിനെ തിന്നുന്നതാണ്. അതുകൊണ്ടാണ് ഔലിയാക്കന്മാര് പഴയ കാലത്ത് കുളിക്കണ്ട, നിസ്കരിക്കണ്ട, അലക്കണ്ട, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുതിയ തലമുറക്ക് അറിഞ്ഞോളന്നില്ല അല്ലെ. 40, 45, 50 വയസ്സ് കഴിഞ്ഞവർക്കറിയാം പഴയ കാലാവസ്ഥകൾ. അപ്പൊ അങ്ങനെ വരാൻ കാരണം ഈ ഒരു ഹദീസിന് ദുർവ്യാഖ്യാനമായിരുന്നു. പിന്നെ 5-ാമതായി അള്ളാഹു ദുആ പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ്. ഒരാൾ സുന്നത്ത് നിസ്കാരത്തിൽ എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അള്ളാഹു അവർക്ക് ഉത്തരം കൊടുക്കുന്നതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ആരെങ്കിലും ഫത്വ ചോദിച്ചാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല.
അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഉത്തരം കിട്ടാത്തൊരു പ്രയാസം വരുമ്പോ ശൈഖുൽ ഇസ്ലാം പോയി 2 റക്അത്ത് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം പല ഫത്വകളും പറഞ്ഞു കൊടുത്തിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോ ഉത്തരങ്ങൾ കിട്ടുവാൻ സാധ്യത സുന്നത്ത് നിസ്കാരത്തിനുണ്ട് എന്നാണ്. നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുമെന്നാണ്, സുരക്ഷ നൽകുമെന്നാണ്. അപ്പോ അഭയം കിട്ടാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഈ കാലഘട്ടം അല്ലെ, നമ്മൾ കാശ്മീർ ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ അല്ലെ ഒക്കെ നമ്മൾ കാണുകയാണ്. എങ്കിൽ സഹോദരന്മാരെ 2 റക്അത്ത് നിസ്കരിക്കാം, അള്ളാഹുവോട് പറയാ. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ നാടിന് അഭയം നൽകണം, നിർഭയത്വം നൽകണേ, അഭയം നൽകണേ, സമാധാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതാണ്. 6-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകൾ മായ്ക്കപ്പെടുമെന്നാണ്, നന്മകൾ അധികരിപ്പിക്കപ്പെടുമെന്നാണ്, നന്മ ചെയ്യുവാനുള്ള സ്വമേധയാലുള്ള താല്പര്യമുണ്ടാകുമെന്നാണ്. നല്ല മനസ്സെപ്പോഴും ക്ലിയർ ആയിരിക്കും, വല്ലാത്തൊരു ഫിക്കർ പിടിച്ച മൈൻഡ് ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സ്ഥിരമായി നിങ്ങൾ അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് 4:30 മണിക്കോ 5 മണിക്ക് വാങ്ങായല്ലോ, കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം. ഒരു 2-3 ദിവസം 4:30 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കാത്തവരാട്ടോ, എഴുന്നേൽക്കുന്നവരത് അനുഭവിക്കുന്നവരായിരിക്കും. ഒരു 4:30 മണിക്ക് എഴുന്നേറ്റ് ഒരു 3 റക്അത്ത് നിസ്കരിച്ച് ഒരു 2-3 മിനിറ്റ് ഖുർആൻ ഓതി ഒന്ന് ഫ്രഷ് ആയി ഒന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ച് പിന്നെ വേണമെങ്കിൽ ഉറങ്ങേണ്ടതില്ല എന്നാണ് പറയേണ്ടത്. അങ്ങനെയൊക്കെ കഴിഞ്ഞു, അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞു, പിന്നെ ഒരു ദിവസം നിങ്ങൾ ഉറങ്ങിപ്പോയാണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അവർക്ക്, വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലെ. അന്ന് ഒരു കുടം പിടിക്കൂല നമ്മൾ മലയാളത്തിൽ പറയലേ, ഒരു വല്ലാത്തൊരു അസ്വസ്ഥത അവർക്ക് അനുഭവപ്പെടും. അവര് തന്നെ പറയും ഇന്ന് രാവിലെ എണീറ്റിട്ടില്ല, അതോടെ എല്ലാം കട്ടപ്പോകുകയാണെന്ന് പറയും. അതൊന്നും അറിയോ, ആ രാവിലെ എഴുന്നേറ്റതിന്റെ ആ ഒരു സുഖം അവർ അനുഭവിച്ചത് കൊണ്ടാണ്. അത് എഴുന്നേൽക്കാത്തവർക്ക് തിരിയൂല, എഴുന്നേൽക്കാത്തവർ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എഴുന്നേൽക്കാത്തവർ ഒന്ന് 3 ദിവസം എഴുന്നേറ്റ് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ രൂപത്തിൽ നന്മകൾ വീണ്ടും ചെയ്യുവാനുള്ള താല്പര്യം ഉണ്ടാകുന്നതാണ് സുന്നത്ത് അധികരിപ്പിക്കുമ്പോഴുള്ള ഇത്. അതോടെ മനസ്സ് നല്ല ഫ്രീ ആയിരിക്കുന്ന, മൈൻഡ് ഫ്രീ ആയിരിക്കും, അവർ മാനസികമായ അസ്വാസ്ഥ്യങ്ങളിലും അവർ രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. അതേപോലെ തന്നെ ഫർള് ചെയ്യുവാനുള്ള ആത്മീയമായ താല്പര്യം ഉണ്ടാകുന്നതാണ്. ഈ രൂപത്തിൽ സുന്നത്തുകൾ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല 3 ഹദീസ് പണ്ഡിതന്മാർ യാത്ര ചെയ്യുകയാണ്. അവർ ഹദീസ് സ്വീകരണത്തിലെ യാത്രയുമായി, ഹദീസ് പഠനത്തിലെ യാത്രയുമായി പോയിക്കൊണ്ടിരിക്കെ അവർക്ക് വല്ലാതെ വിശന്നു. പക്ഷെ അവർക്ക് യാചിക്കാൻ ഒരു പ്രയാസം, ഒരാൾ ചോദിക്കാൻ ഒരു യാചനല്ലേ, അതെങ്ങനെ ചോദിക്കും? അവരുടെ അഭിമാനക്ഷതം തോന്നിയത് കൊണ്ട് വേറെ ആരും ചോദിക്കാൻ തയ്യാറായില്ല. അവസാനം മരിക്കുമെന്ന് തോന്നിയപ്പോ സ്വബർ നശിച്ചു. കാരണം പിന്നെ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ അവർ തീരുമാനിച്ചു, നമുക്ക് 3 സുന്നത്ത് നിസ്കരിക്കാം, സുന്നത്ത് നിസ്കാരങ്ങൾ അല്ലാണ്ട് പ്രാർത്ഥിക്കാം, നമുക്ക് ആരെങ്കിലും എത്തിച്ചേരാനെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന രാജാവ്, മഹാരിജ് സുലൂക്ക് എന്ന കിതാബിലുള്ള വളരെ പ്രസിദ്ധമായ ചരിത്രമാണ്. രാജാവ് പ്രഖ്യാപിച്ചു, ഇങ്ങനെ 3 യാത്രക്കാർ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ഭക്ഷണം എത്തിക്കണം എന്ന് പറഞ്ഞു. അവർ രാജാവിനോട് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ രാജാവ് അവർ അതിഥിയായി സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മൾ, രോഗങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മൾ. ഒരുപാട് പ്രയാസമുണ്ട്. കച്ചവടത്തിൽ ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കച്ചവടം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യാത്രകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. നമ്മുടെ മക്കൾ വഴുതെറ്റുമെന്ന് പേടിയുണ്ട്. ലഹരി നമ്മുടെ മക്കളെ പിടികൂടുമോ എന്ന ഭയപ്പാടിലാണ് അല്ലെ. മക്കള് 62 വയസ്സായാലും മോനാന്ന് പറയുന്ന പോലെ കോളേജിൽ പഠിക്കുന്നവൻ, ഹൈസ്കൂളിൽ പഠിക്കുന്നവർ, അതിൽ താഴെ പഠിക്കുന്നവർ, അത് ആണായാലും പെണ്ണായാലും വിഭ്രാന്തിയിലാണ് രക്ഷിതാക്കന്മാർ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടുമെന്നാണ്. ഏതൊക്കെയാണ് സുന്നസ്കാരങ്ങൾ പഠിപ്പിച്ചു? നമ്മുടെ ഉമ്മ പഠിപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 12 റക്അത്ത് റവാത്തിബ് നിസ്കാരത്തെ കുറിച്ച് സൂചിപ്പിച്ചു അല്ലെ. 12 റക്അത്ത് വേറെ ഒന്നുമില്ല എന്നല്ല. ഫർള് നിസ്കാരം നിർണിതമാണ്, അത് 5 വക്തേ ഉള്ളൂ. കൃത്യമായ റക്അത്ത് നിർണിതമാണ്, വഖ്ത് നിർണിതമാണ്. സുന്നത്ത് ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ അതിൽ തീരെ പാടില്ല എന്ന് പറഞ്ഞ 3 സമയങ്ങൾ നാം സൂചിപ്പിച്ചു.
എന്നാൽ ഒഴിവാക്കാതിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 12 റക്അത്ത് സുന്നത്തും പഠിപ്പിച്ചു. അങ്ങനെ 12 റക്അത്തുകൾ വളരെ പ്രധാനപ്പെട്ട റവാത്തിബുകളാണ്. ളുഹറിന് മുന്നേ 4 നമുക്കറിയാം അല്ലെ? ളുഹറിന് മുന്നേ 4, ശേഷം 2, മഗ്‌രിബിന് ശേഷം 2, അസ്റിന് ശേഷം എന്തില്ല? സുന്നത്കാരില്ല നമുക്കറിയാം. ളുഹറിന് മുമ്പായിരുന്നു 4 റക്അത്ത്, ളുഹറിന് ശേഷം 2 റക്അത്ത്, മഗ്‌രിബിന് ശേഷം 2 റക്അത്ത്, ഇശാഇന് ശേഷം 2 റക്അത്ത്, ഫജ്റിന് മുന്നേ 2 റക്അത്ത്. അപ്പൊ എത്രയായി? ളുഹറിന് മുന്നേ 4, ളുഹറിന് ശേഷം 2 എത്രയായി? 6 ആയി. മഗ്‌രിബിന് ശേഷം 2 എത്രയായി? 8 ആയി. ഇശാക്ക് ശേഷം 2 എത്രയായി? 10 ആയി. സുബ്ഹിക്ക് മുന്നേ 2 അപ്പൊ എത്രയായി? 12 റക്അത്ത്. ഈ 12 റക്അത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അസ്റിന് ശേഷം ഇല്ല സുന്നത്കാരില്ല, സുബ്ഹിക്ക് ശേഷം ഇല്ല സുന്നത്കാരില്ല. എന്നാൽ സുബ്ഹി പിന്നെയും കുറെ സുന്നത്തുകളുണ്ട്. അസ്ർക്ക് മുന്നേ 4 വരെ ഒരാൾക്ക് നിസ്കരിക്കാം. ഈ 12 റക്അത്തിൽ 12 റവാത്തിബിൽ എണ്ണിയിട്ടില്ല എന്നേ. എന്നാൽ അതേപോലെ സുബ്ഹിക്ക് ശേഷം ഒരാൾ പള്ളിയിലിരുന്നു. സഹാബികൾ പള്ളിയിരുന്നാൽ ഇങ്ങനെ സൂര്യോദയം വന്ന് നോയിക്കൊണ്ടിരിക്കുന്നതാണ്. പുറത്ത് പ്രഭാതം പൊട്ടിവിടുന്ന വെള്ളം വരുമല്ലോ, വെളിച്ചം വരുമല്ലോ. ആ വെളിച്ചം വരുന്നത് വരെ സഹാബികൾ ഇങ്ങനെ പള്ളിയിൽ നോക്കും, പുറത്തേക്ക് നോക്കും. വെള്ളം വരുന്നുണ്ടോ, വെളിച്ചം വരുന്നുണ്ടോ? ആ വെളിച്ചം വരാൻ നേരത്ത് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. അവർക്ക് ഉംറ നിർവഹിച്ച കൂലിയാണ് ആ രീതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സംസ്കാരമുണ്ട്. അതേപോലെ തന്നെ ദുഹൻസ്കാരം അല്ലെ? ദുഹൻസ്കാരത്തെ കുറിച്ച് ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ സുന്നത്സ്കാരങ്ങൾ വുളു ഉണ്ടാക്കുമ്പോഴൊക്കെ സുന്നത്ത് നമുക്ക് നിസ്കരിക്കാം. ജുമുഅക്ക് മുന്നേ സുന്നത്തില്ല. ഒരാൾ ജുമുഅക്ക് പള്ളിയിൽ വന്നു, ബാങ്ക് കേട്ടു, എല്ലാ ളുഹറിനും മുമ്പേ 4 റക്അത്ത് ഉണ്ടല്ലോ, അപ്പൊ ജുമുഅക്ക് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു ജുമുഅ ബാങ്ക് കേട്ടാൽ അതിന് സുന്നത്സ്കാരില്ല. ജുമുഅ ബാങ്കിന് ശേഷം ഒരാൾ പള്ളിയിൽ വരികയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്? തഹിയ്യത്തുണ്ട്. അവര് തഹിയ്യത്ത് നിസ്കരിച്ചേ പള്ളിയിലിരിക്കാൻ പറ്റുള്ളൂ. പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കുക അല്ലെ? ആ തഹിയ്യത്തുണ്ട്. അതേ സ്ഥാനത്ത് വുളു ഉണ്ടാക്കി പള്ളിയിൽ കയറുമ്പോ നേരത്തെ പറഞ്ഞ സമയങ്ങളിലല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് നിരുപാധികം ഒരുപാട് സുന്നത്തുകൾ നിർവഹിക്കാവുന്നതാണ്. സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രത്യേകത എണ്ണത്തേക്കാൾ പ്രാധാന്യം. രാത്രി നിസ്കാരത്തിനാണ് എണ്ണം പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളതിൽ എണ്ണത്തിനേക്കാൾ പ്രാധാന്യം അതിലുള്ള പ്രവർത്തനങ്ങൾക്കാൾ. നേരത്തെ പറഞ്ഞല്ലോ സുജൂദിൽ എത്ര പ്രാർത്ഥനയുണ്ടെന്നാ നമ്മളാകെ ചൊല്ലുന്ന സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ എത്ര പ്രാവശ്യം? നമ്മുടെ നാട്ടിൽ അത് 3 പ്രാവശ്യം ചൊല്ലാൻ പാടുള്ളൂ എന്നല്ലേ? 3 പ്രാവശ്യത്തിലധികം 3 പ്രാവശ്യമായ ഇമാമ് ചില ഇമാമാർ റുക്കൂഇൽ കുറേ നേരം ഉണ്ടാവും, സുജൂദിൽ കുറെ നേരം ഉണ്ടാവും. നമ്മൾ 3 പ്രാവശ്യം ചൊല്ലില്ലേ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലി. നമ്മൾ എണ്ണം പിടിച്ച് 3 പ്രാവശ്യം ചൊല്ലി. പിന്നെ നമ്മൾ അതിന്റെ ബാക്കിയൊന്നും ചൊല്ലില്ല. കാരണം എന്താ? അത് 3 ഉള്ളൂ എന്നാണ് നമുക്ക് എങ്ങനെയോ തോന്നിപ്പിച്ചത്. ആരും പഠിപ്പിച്ചോ എന്നല്ല, നമ്മൾ എങ്ങനെയോ അങ്ങനെ തോന്നിപ്പോയതാണ്. അങ്ങനെയല്ല, ഇഷ്ടംപോലെ പ്രാർത്ഥനയുണ്ട്. നമുക്ക് അറിയുന്ന ഒരു പ്രാർത്ഥനയില്ലേ? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസ്വരി നൂറ അല്ലെ? പലപ്പോഴും നാം ആവർത്തിച്ചതാണ്. ആ പ്രാർത്ഥന സുജൂദിൽ പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥന ഒന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ടൈമർ വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് എത്ര മിനിറ്റ് എന്നുള്ളത് 40 സെക്കൻഡ് ചുരുങ്ങിയത് പ്രാർത്ഥനക്ക് വരും. എന്നാൽ 1 മിനിറ്റായി. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസ്വരി നൂറ. അതാ ഒരു ശാന്തമായി എന്ന് പറഞ്ഞു നോക്കിയിട്ട് 1 തവണ. പിന്നെ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലി 3 തവണ. നമ്മുടെ കണക്കൂടി 3 തവണ എന്ന് പറഞ്ഞു നോക്കിയിട്ട് സുബ്ഹാന റബ്ബിൽ ആലി 3 തവണ പറഞ്ഞു നോക്കിയിട്ട്. നേരത്തെ പറഞ്ഞ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ വൽ മലായിക റബ്ബുൽ മലായികത്തി വറൂഹ് അത് 1 തവണയോ 5 തവണയോ എന്ന് പറഞ്ഞു നോക്കിയിട്ട് എത്ര ടൈം ഉണ്ടാവും? റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന നോക്കിയാൽ ഒരു 1/4 മണിക്കൂറൊക്കെ സുജൂദിൽ അല്ലെങ്കിൽ 1/2 മണിക്കൂറൊക്കെ സുജൂദിൽ ചെലവഴിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ സുജൂദ് എത്ര മിനിറ്റ് ഉണ്ടാവും? സുബ്ഹാനക്കല്ലാഹു റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ സുബ്ഹാനക്കല്ലാഹു റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ സുബ്ഹാനക്കല്ലാഹു റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ. എത്ര സെക്കൻഡ് ആയിട്ടുണ്ടാവും? ഒന്ന് ടൈമർ വെച്ചിട്ട് നോക്കി നമ്മൾ പറയുന്ന പോലെ നോക്കിയിട്ട് എത്ര ടൈമർ ഉണ്ടാവും? ഒന്നുമില്ല. അപ്പോ എന്തുകൊണ്ട് നമുക്ക് നിസ്കാരത്തിൽ റസൂലുള്ളാഹിക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോ വുളു ഉണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ചിരുന്നാണ്. എപ്പോ ടെൻഷൻ ഉണ്ടാകുമ്പോ നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യാ? തലവേദന വരും. അപ്പൊ എന്താ ചെയ്യാ? ഒരു പെയിൻ കില്ലർ അടിക്കും അല്ലെ? ഒരു ആശ്വാസമായി. നമ്മളെ സ്വഭാവം അതാണ് അല്ലെ? ടെൻഷൻ ഉണ്ടാകുമ്പോൾ തലവേദന വരും. തലവേദന വരുമ്പോ ഗുളിക കഴിക്കും. പിന്നെ ടെൻഷൻ ഉണ്ടാകും, പ്രഷർ കൂടിയാ ഡോക്ടർ പോയി പ്രഷർ കൂടിയാന്ന് വ്യക്തമാവും. അപ്പൊ അതിന്റെ ഗുളിക കഴിക്കും. ഇതാണ് നമ്മുടെ സ്വഭാവം. ഡോക്ടറെ കാണിച്ച ഡോക്ടർ പറയും ടെൻഷനുള്ള ജോലി ചെയ്യരുത്, ടെൻഷനുള്ള സ്വഭാവം ഉണ്ടാവരുത്, ടെൻഷൻ അടിക്കരുത്. അതെങ്ങനെയാ ടെൻഷൻ അടിക്കാതിരിക്കുക ഡോക്ടറെ എന്ന് തിരിച്ചും പറയും. എന്താണ് റസൂൽ പഠിപ്പിച്ചത്? 2 റക്അത്ത് നിസ്കരിക്കാൻ. അലി റളിയല്ലാഹു ഭാര്യ ഫാത്തിമ ബിയുടെ തെറ്റി. ഫാത്തിമ ബി എന്ന് പറഞ്ഞാൽ നബിയുടെ മകളാണ്. ഫാത്തിമ ബിയുടെ തെറ്റി. അലി റളിയല്ലാഹു പള്ളി പോയി കിടക്കരുത്. നമ്മുടെ പള്ളി ലോക്കായിരിക്കും. കാരണം എന്താ? നിസ്കരിക്കാൻ മാത്രം നമ്മുടെ നാട്ടിലെ പള്ളി അല്ലേ? കിടക്കാൻ പറ്റൂല. ചില പള്ളിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഈ പള്ളിയിൽ കിടക്കരുത് അല്ലേ?
അപ്പൊ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചത് ടെൻഷൻ ഉണ്ടാകുമ്പോ 2 റക്അത്ത് നിസ്കരിക്കാൻ. ആ നിസ്കാരത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ടെൻഷൻ മാറിയിരുന്നു. എന്തുകൊണ്ട്? നമുക്ക് നിസ്കരിച്ച ടെൻഷൻ മാറുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ പ്രാർത്ഥനയായി മാറിയിട്ടില്ല. നമ്മളൊരു സുജൂദിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, അതിന്റെ അർത്ഥമൊക്കെ അറിയാലോ. സുബ്ബൂഹ് സുബ്ഹാനല്ലാഹ്, പരിശുദ്ധനാൻ. ഖുദ്ദൂസ് പരിശുദ്ധൻ എന്നതിന്റെ അർത്ഥം അല്ലെ. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി, റബ്ബുൽ എന്ന റബ്ബ്, മലായികത്തി മലക്കളുടെ റബ്ബ്, വറൂഹ് റൂഹുകളുടെയും റബ്ബ്, അർത്ഥമൊക്കെ അറിയാലോ അല്ലെ. സുബ്ബൂഹുൽ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. അത് മനസ്സറിഞ്ഞിട്ട് ആ മഹറജോടുകൂടി ആ ഉച്ചാരണ ശുദ്ധിയോടുകൂടി നമ്മളൊന്ന് സുജൂദിൽ പറഞ്ഞിട്ട് ഒന്ന് നിസ്കാരം സലാം കൂട്ടി നോക്കിയാട്ടെ, ഭയങ്കര മനസ്സമാധാനായിരിക്കും. ഇന്ന് രാത്രി എഴുന്നേൽക്ക നല്ല ടെൻഷൻ ദിവസം, ഒന്നും ശരിയായിട്ടില്ല, കച്ചവടത്തിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, ഭാര്യ ഭർത്താവ് നാട് വീട് മൊത്തം പ്രശ്നം. അന്ന് രാത്രി ബോധപൂർവ്വം 2 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു 3 റക്അത്തോ 2 3 5 അങ്ങനെ നിസ്കരിച്ചിട്ട് ഒന്ന് കിടന്നു നോക്കിയട്ടെ. ദ്വാരക്കണമെന്നില്ല, ഒന്ന് നിസ്കരിച്ച് കിടന്നു നോക്കിയട്ടെ, ഭയങ്കര മനസ്സമാധാനായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്ന വിഷയമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 10ാമത്തെ ഗുണം, സുന്നത്ത് നിസ്കാരത്തിലൂടെ മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. അത് പറയാൻ ഇത്തിരി വിശദീകരിച്ചു. മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചു റക്അത്തൈ അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സുബ്ഹിന് മുന്നേയുള്ള 2 റക്അത്ത് നിസ്കാരം ദുനിയാവിലും ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവിലുള്ളതിനേക്കാൾ ഏറ്റവും മഹത്വമാണെന്ന് സുബ്ഹിക്ക് മുന്നേയുള്ള 2 റക്അത്ത് നിസ്കാരം. യാത്രയിൽ റവാത്തിബ് റസൂൽ നിർവഹിച്ചിട്ടില്ല, പക്ഷേ യാത്രയിൽ പോലും ഒഴിവാക്കാത്ത സുന്നത്താണിത്, സുബ്ഹിക്ക് മുന്നേയുള്ള 2 റക്അത്ത് നിസ്കാരം. മറ്റൊരിക്കൽ റസൂൽ പറഞ്ഞു ലാ യദ്അന്ന ബഅദ ളുഹർ, ളുഹറിന് ശേഷമുള്ള സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. വഖബലഹ, അതിന്റെ മുന്നേയുള്ളതും. എന്തുകൊണ്ട്? റസൂൽ വിശദീകരിച്ചു തുഫത്തഹു അബ്വാബുസ് സമാ, ആകാശവാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ് ളുഹറിന് ശേഷം. ആകാശവാതിൽ തുറക്കപ്പെടുന്ന സമയം ഒരുപാട് അതിഥി വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച അക്സർക്ക് ശേഷം ആകാശവാതിൽ തുറക്കപ്പെടുന്നു വന്നിട്ടുണ്ട്, അമലുകൾ ഉയർത്തപ്പെടുന്നു വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ ദിവസവും ളുഹർ ബാങ്കോട് കൂടി ആകാശവാതിലുകൾ തുറക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, ളുഹറിന് മുന്നേയും ളുഹറിന് ശേഷവുമുള്ള സുന്നത്തുകൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ തീരെ ഒഴിവാക്കിയിട്ടില്ല സംസ്കാരത്താണ് സുബ്ഹിക്ക് മുന്നേയുള്ള 2 റക്അത്ത്. നമ്മൾ ശ്രദ്ധിക്കണം. അത് പരമാവധി വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ തയ്യാറാവുക. ഇതുവരെ സുബ്ഹിക്ക് മുന്നേയുള്ള ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാത്തവർ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ചില ആളുകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്നത്താണത് അല്ലെ. പള്ളിയിലേക്ക് വരുന്നവർ എന്താ ചെയ്യാ, വേഗം പള്ളിയിൽ കയറി 2 റക്അത്ത് അവിടെ ഇരിക്കും. അത് തടിയത്തെ ആയിട്ടുള്ളൂ. എന്ത് നിസ്കരിച്ചിട്ടില്ല? സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. പരമാവധി വീട്ടിൽ വെച്ച് നിസ്കരിച്ച് വരാൻ തയ്യാറാവുക. ഇനി അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിലും അത് പള്ളിയിൽ വെച്ചാലും ആ 2 റക്അത്ത് ഒഴിവാക്കാൻ പാടില്ല. അതേപോലെ ളുഹറിന് മുന്നേയും ശേഷമുള്ള അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. നമുക്ക് ഒരുപാട് നേട്ടങ്ങളെ കുറിച്ചാണ് പലപ്പോഴും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹിൻ്റെ അടുത്ത് ഇഷ്ടം കിട്ടുവാൻ, അള്ളാഹിൻ്റെ അടുത്ത് സംരക്ഷണം കിട്ടുവാൻ, അള്ളാഹുവിൻ്റെ അടുക്ക ശ്രദ്ധ കിട്ടുവാൻ, അള്ളാഹുവിൻ്റെ അടുത്തുള്ള സാമീപ്യം കിട്ടുവാനുള്ള മാർഗമാണ് സുന്നത്തുകൾ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ നമുക്കുണ്ടാവേണ്ടത് കൃത്യതയാണ്, കണിശതയാണ്. കൃത്യതയും കണിശതയും സമയനിഷ്ഠയും നിർബന്ധമായി ഉണ്ടാവണം. ഏത് അമലും ഉണ്ടാവേണ്ടത് അതാണ്. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി അതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ പള്ളിയിൽ കയറിയാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പലപ്പോഴും അത് പിന്നീട് പറയാമെന്ന് വിചാരിച്ചാൽ മറന്നു പോകുന്നുള്ളതുകൊണ്ടാണ്. പള്ളിയിൽ കയറുമ്പോൾ ജുമഅക്ക് കയറിയാൽ പിന്നെ
ഖത്തീബിനാണ് അവകാശം. അതുകൊണ്ട് തന്നെ മൊബൈൽ നോക്കുക, സംസാരിക്കുക, സലാം പറയുക, പരസ്പരം ചിരിക്കുക, ലോക്യം പുതുക്കുക, ഇതൊന്നുമല്ല അത്ര നല്ല കാര്യമല്ല. അത് ജുമഅയെ ബാധിക്കുന്ന ബാധ്യതാക്കുന്ന കാര്യം. ഏതായാലും നമ്മൾ സമയം ചെലവഴിച്ച് പള്ളിയിലേക്ക് നേരത്തെ എത്തിയല്ലോ. നേരത്തെ എത്തിയിട്ട് അടുത്തുള്ളവരോട് വർത്താനം പറയുന്ന ഒരു ശൈലി നമുക്കുണ്ടാവരുത്. അത് അറിയില്ലാത്തതുകൊണ്ടല്ല, അശ്രദ്ധയായതുകൊണ്ടാണ്, ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്തരം അശ്രദ്ധകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാവണം എന്ന് സാന്ദർഭികമായി ഓർപ്പിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് വലിയ നേട്ടങ്ങളെ കുറിച്ചാണ്. ചെറിയ അധ്വാനമാണ്, പക്ഷെ വലിയ നേട്ടമാണ് സുന്നത്തുകളെ കൊണ്ട് നമുക്ക് നിർവഹിക്കുവാനുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക എന്ന പ്രാർത്ഥന എല്ലാവർക്കും അറിയാം, പക്ഷെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അത് മറക്കൽ ഇല്ലാതെയാവാനുള്ള മാർഗം ആദ്യം എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പം അത് ചൊല്ലുക. പിന്നെ എന്ത് ചെയ്യും? റൊട്ടേഷനായിട്ട് ഓട്ടോമാറ്റിക്കലി ആ നേരത്ത് ഓർമ്മ വരും. അപ്പം ആ രൂപത്തിൽ പ്രാർത്ഥനകൾ, സുന്നതകൾ പരമാവധി നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഉണ്ടാവേണ്ട നമ്മുടെ വീട്ടിലുള്ള ശ്രദ്ധകൾ. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ സുന്നത്തിൽ തീരെ അശ്രദ്ധരാണ് എന്നുള്ളതാണ്. മക്കൾ എന്നുള്ളതാണ് പലപ്പോഴും 1-2 ആഴ്ചകളായി നിങ്ങൾ എല്ലാ ഖുതുബകളിലും നമ്മൾ എല്ലായിടത്തും കേൾക്കാറുണ്ട്. മക്കൾ, വേനൽ അവധിക്കാലം എന്നുള്ളതാണ്. ഇത് നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അമൽ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ ഫർളുകളെങ്കിലും നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധയാണ് നമ്മുടെ രക്ഷിതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടത്. അമലുകൾ നമ്മൾ ഒറ്റ കാര്യം നോക്കേണ്ടതും ഇസ്ലാം കൃത്യനിഷ്ഠയുടെ മതമാണല്ലോ, എല്ലാം നിഷ്ഠയാണല്ലോ. അമലുകളിൽ, ഇബാദത്തുകളിൽ നിഷ്ഠയുണ്ടോ, ഓൻ്റെ ജീവിതത്തിൽ നിഷ്ഠയുണ്ടാവും. മുമ്പൊരിക്കലും സൂചിപ്പിച്ചിരുന്നു, ഹിഫ്ള് നന്നായി പഠിച്ച കുട്ടികൾ മറ്റുള്ള വിഷയത്തിൽ അവർക്ക് ജയിക്കാൻ പറ്റും. കാരണം അവർക്ക് മെമ്മറി പവർ വർദ്ധിക്കുന്നില്ല. മൊബൈൽ പോലെ ഉപയോഗിക്കുന്തോറും മെമ്മറി ഫുള്ളാവുകയല്ല ചെയ്യുക, ഉപയോഗിക്കുന്തോറും മെമ്മറി വർദ്ധിക്കുകയാണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമലുകളിലും ഇബാദത്തുകളിലും ഒരു കണിശത ഉണ്ടാക്കിയെടുത്താൽ മറ്റുള്ളതിൽ കണിശത ഉണ്ടാവും. അത് സ്വാഭാവികമായി വരുന്നുള്ളതാണ്. അപ്പം അതിനുള്ള മാർഗം നമ്മുടെ മക്കൾക്ക് അതിൽ ഒരു കണിശത ഉണ്ടാക്കുക. രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കണം, ശേഷം അവർ കടന്നോട്ടെ, പക്ഷെ സുബഹിക്ക് എഴുന്നേൽക്കണം, നിസ്കരിക്കണം. അതൊരു കണിശതയായി അവരെ പഠിപ്പിക്കാൻ തയ്യാറാവുക. അതൊരു തീവ്ര ശൈലിയിലൂടെയോ അല്ലെങ്കിൽ ആക്ഷേപത്തിലൂടെയോ വെറുപ്പുണ്ടാക്കുന്നതിലല്ല, സ്നേഹബുദ്ധി അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യിപ്പിക്കാം. പിന്നെ നേരത്തെ എഴുന്നേൽക്കുവാനുള്ള താല്പര്യത്തിൽ എന്താ വേണ്ടത്? നേരത്തെ ഉറങ്ങാന്നില്ല. ഇപ്പോൾ പകലിൽ ഉറങ്ങുന്ന മക്കൾ അല്ലേ, അവരെന്തുകൊണ്ടാണ് രാത്രി വൈകി ഉറങ്ങുന്നത് കൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തത്. രാത്രി എന്തുകൊണ്ടാണ് വൈകി ഉറങ്ങുന്നത്? പകലിൽ ഉറങ്ങാൻ ടൈം കിട്ടിയോണ്ടാണ്. അപ്പൊ പകലിൽ ഉറങ്ങാനുള്ള സാഹചര്യം എന്ത് ചെയ്യാ? ബോധപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാ? ഇല്ലാതെയാക്കാൻ ശ്രമം ഉണ്ടാക്കുക. അതിലൊരു നിഷ്കർഷ കാണിച്ചാൽ ആ രക്ഷിതാവിനോട് ഈ കാലഘട്ടത്തിൽ ആ മക്കൾക്ക് വല്ലാത്ത വെറുപ്പുണ്ടാവും, അല്ലെ വൈരാഗ്യം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ? സ്വബോധത്തോടുകൂടി, തന്ത്രപരമായി, പിന്നെ യുക്തിപരമായി, സ്നേഹത്തോടുകൂടി എന്ത് ചെയ്യാം? ആ പകൽ ഉറക്കത്ത് എന്ത് ചെയ്യാം? മെല്ലെ ഉറക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? രാത്രി നേരത്തെ കിടക്കും. രാത്രി ഒരു മനുഷ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞില്ല, തുടർച്ചയായി ഒരു 7 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ നേരത്തെ കിടന്നാൽ അല്ലെ, ഒരു 9 മണിക്ക് ഉറങ്ങുന്ന ഒരാൾക്ക് എന്തായാലും 5 മണിക്ക് ശേഷം ഉറങ്ങാൻ കഴിയില്ല. നിങ്ങൾ നോക്കിക്കോളൂ, അത് അവനെ പരിശീലിച്ച് ചോദിക്കോളൂ. 9 മണിക്ക് ഉറങ്ങുന്നതൊക്കെ എന്തായാലും ഉറങ്ങാൻ റസൂലുള്ള പാതിരാത്രി എഴുന്നേറ്റിരുന്നു എന്നാണ് അല്ലേ. നിങ്ങൾ 9 മണിക്ക് ഉറങ്ങിയാൽ, 9 മണിക്ക് ഉറങ്ങിയാൽ 10, 11, 12, 1, 2, 3 മണിയാകുമ്പോഴേക്ക് എത്ര മണിക്കൂറായി? 6 മണിക്കൂറായി അല്ലേ. ഏറ്റവും ചുരുങ്ങി 4 മണിക്കൂർ ഉറങ്ങണം, 6 മണിക്കൂർ ഉറങ്ങേണ്ടതുള്ളൂ, മാക്സിമം 8 മണിക്കൂർ ഉറങ്ങണം. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഒരു 9 മണിക്കൂർ ഉറങ്ങുന്ന മനുഷ്യന് 2 മണിയോടെ അവൻ്റെ ഉറക്കിന്റെ ആരോഗ്യ വിദഗ്ധന്മാർ പറഞ്ഞ സമയമായി. ഇങ്ങക്ക് 9 മണിക്കൂർ ഉറങ്ങാം, ഞങ്ങളൊക്കെ വലിയ കച്ചവടക്കാരൻ 10 മണിക്ക് ഉറങ്ങാലോ. അപ്പം എത്ര മണി ഉറങ്ങാം? 3 മണി ഉറങ്ങാം. പോട്ടെ 11 മണിക്ക് ഉറങ്ങാലോ. അപ്പം എത്ര മണി ഉറങ്ങാം? 4 മണി വരെ ഉറങ്ങാം. 6 മണിക്കൂർ ആയി. നമ്മൾ അങ്ങനെ ടൈം വെച്ച് ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ, ഞാൻ പറഞ്ഞ ഇബാദത്തുകൾ ടൈമിങ് വെച്ച് ചിട്ടപ്പെടുത്തിയാൽ മറ്റുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലായി വരും. അവസാനമായി പറഞ്ഞ ആ പോയിന്റ്, 10ാമത്തെ പോയിന്റ് എന്താണ്? നമ്മുടെ മനസ്സിന് സംതൃപ്തിയും വരും, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരികയും ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് സമയമായി വിശദീകരിച്ചു. അപ്പോൾ ഏതായാലും അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, സഹോദരിമാരെ, മൊത്തത്തിൽ നമ്മുടെ മക്കളുടെ ഭാവി നമ്മളേതായാലും രക്ഷപ്പെട്ടവരല്ല, അൽഹംദുലില്ലാ, അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മുടെ താഴെയുള്ളവർ, നമ്മുടെ അനന്തരാവകാശികൾ,
നമ്മുടെ കീഴിലുള്ളവർ അവർ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മുടെ മക്കൾക്ക് ഈ വിഷയത്തിൽ ചിട്ട നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയിൽ കാശ്മീർ മറക്കാൻ പാടില്ല, പ്രാർത്ഥനയിൽ ഫലസ്തീൻ മറക്കാൻ പാടില്ല, പ്രാർത്ഥന നമ്മുടെ നാട് മറക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലും ഇത്തരം അത് പല രൂപത്തിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ എന്തായാലും ഏത് തെറ്റിദ്ധാരണയാലും അങ്ങനെയുള്ള ഒരു അംശാഭാവിക നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ സമാധാനത്തിന് നിർഭയത്വത്തിന് ഒക്കെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവോട് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم أحينا على الكتاب والسنة وأمتنا على الإيمان والتوبة. ربنا تقبل منا صلاتنا صيامنا وزكاتنا، اللهم تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على